നമ്മൾ ആദ്യം മുതൽ പിണറായി വിജയൻ ഗവൺമെന്റിന് പ്രതിബദ്ധത നരേന്ദ്രമോദിയോടാണ് എന്നുള്ള തരത്തിൽ, അല്ലെങ്കിൽ BJP-യോടാണ് അവരുടെ പ്രതിബദ്ധത എന്ന് നമ്മൾ നേരത്തെ മുതൽ പറയുന്നതാണ്. അതിന് ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. ഇപ്പൊ പല കേസുകൾ, ഇപ്പൊ ലാവ്ലിൻ കേസ് തന്നെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ എത്ര നാളാണ് അത് മാറ്റിവെച്ചത്? ആ കേസിന് ഒരു അനക്കം ഉണ്ടായിട്ടില്ല. പിണറായി വിജയനെതിരെ ഒരു നടപടി എടുക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഒരു നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് തയ്യാറായിട്ടില്ല, നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ്. ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് പത്രമാധ്യമങ്ങളിൽ ഒരു വാർത്ത പുറത്തു വന്നത്. അദ്ദേഹത്തിന്റെ മകനെതിരെ പോലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു നോട്ടീസ് നൽകി. പക്ഷെ ആ നോട്ടീസിന് മേൽ 2023 നോട്ടീസ് കൊടുത്തായിട്ടാണ് നമുക്ക് രേഖകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ അതിനുശേഷം ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. മറ്റു സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് BJP-ക്കെതിരായിട്ടുള്ള പ്രവർത്തിക്കുന്ന ആളുകൾ ഉള്ള ഒരു അവസ്ഥ നമുക്കറിയാം. നമ്മുടെ നാട്ടില് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയും മീഡിയനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവരെ വേട്ടയാടുന്ന ഒരു സമീപനം. ഇപ്പോൾ ആം ആദ്മി സർക്കാർ ഡൽഹിയിൽ ഉണ്ടായപ്പോൾ അവിടുത്തെ അരവിന്ദ് കെജ്രിവാളിനെ ഉൾപ്പെടെ ജയിലിലാക്കിയ ഒരു സർക്കാരാണ് നരേന്ദ്രമോദിയുടെ. പക്ഷെ പിണറായി വിജയനുള്ള സമീപനം എന്താണ്? അത് തെളിവ് സഹിതം അദ്ദേഹത്തിന്റെ മകൾ വീണ വിജയനെതിരെ മാസപ്പടി ആരോപണം ഉണ്ടായി. നമ്മളൊക്കെ ശക്തമായിട്ടുള്ള സമരം നടത്തിയതാ. പിണറായി വിജയനെതിരെ കുടുംബത്തെ സഹായിക്കുന്നു, കുടുംബത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ അദ്ദേഹം പ്രവർത്തിക്കുന്നു എന്നൊക്കെ ആരോപണം വന്ന സമയത്ത് പോലും ഈ നരേന്ദ്രമോദിയുടെ അല്ലെങ്കിൽ BJP സർക്കാർ പിണറായി വിജയനെ തൊടുന്ന ഒരു സമീപനം ഉണ്ടായിട്ടില്ല.